ഗൈസ് ഇന്ന് ബരിവാവല്ലേ. രാവിലെ എണീറ്റ് ഇങ്ങനെ ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് വിചാരിച്ചത് ഒരു വീഡിയോ ഇന്ന് എടുത്താലോ എന്ന്. കുറേ നാളായില്ലേ കുറച്ച് ലെങ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വിശ്രമിച്ചിരുന്ന് പപ്പേനെയൊക്കെ ഒന്ന് വിളിച്ച് പപ്പ മീനൊക്കെ വാങ്ങിച്ച് തന്നു. അപ്പം മീൻ വാങ്ങിച്ച് തന്നത് നൊത്തോലി. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഫുഡൊക്കെ തയ്യാറാക്കി പൊരിച്ച മീനും നൊത്തോലി മീൻ പീര വറ്റിച്ചും ബീട്രൂട്ട് തോരനും കൂടെ ആയിട്ട് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിയിലാണ് ഇപ്പം കേട്ടാ. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം എന്തിരുന്ന് കാണിച്ചു തരാം. ഒരു കാര്യമായി കുറേ വൃത്തിയാക്കാനൊക്കെ ഇനി കിടപ്പുണ്ട്. പാത്രം കഴുകാനുണ്ട്, തൂത്തോരമുണ്ട്, തുണി നനയ്ക്കായിട്ടിരിക്കണ കാണിച്ചു തരാം. തുണി നനയ്ക്കാൻ ഇട്ട് കണ്ടാണ് വെള്ളം പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇത് കൂടെ ആയിക്കഴിഞ്ഞാൽ ആ കാര്യമാണ്. ഇന്ന് കുറേ ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തൂത്ത് വരണം. അപ്പോൾ ഇനി നമ്മളെ മീൻകറിയും തോരനും ഒക്കെ മീൻ പൊരിച്ചതും വെച്ച് ഇനി തോര അടുപ്പിയിരിക്കും. തോരമൊക്കെ വെള്ളമൊക്കെ വറ്റിയതായിരിപ്പുണ്ട് കേട്ടോ. കണ്ട സൗണ്ട് കണ്ട, തോരൻ കിണ്ടുമ്പോഴുള്ള സൗണ്ട് കണ്ട. നല്ല ബീട്രൂട്ട് തോരൻ കാന്താരി മുളകൊക്കെ ചേർത്ത് അരപ്പുണ്ടാക്കിയ തോരനാണ് കേട്ടോ. കണ്ട തണ്ടടായി. ഇനി മീൻ പൊരിച്ചത് കാണിച്ചു തരാം. ആരും കൊതിയൊന്നും കാണിക്കരുത് കേട്ടോ. കണ്ട നമ്മളെ നൊത്തോലി മീൻ പൊരിച്ചത് തണ്ടടായി. ഇനി ഞാൻ കറി വെച്ചത് കാണിച്ചു തരാം. കറിയല്ല കേട്ടോ, ഇത് പീര വറ്റിച്ചത്. അങ്ങനെ നമ്മളാ പീര വറ്റിച്ചത്. ചോറ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ചോറ് അടച്ച്. അപ്പം അതിന് മുമ്പ് കുറേ നാളായില്ലേ ഒരു കുറച്ച് ലെങ്തായ വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ പൊന്നു ഉണ്ടല്ലേ, പൊന്നു വന്നിരിക്കണുണ്ടോ, ഓടി വന്നിട്ട് കണ്ടോ. നോക്കുകയാണ് കണ്ടോ. പൊന്നിന് വിശേഷം ഉണ്ടെന്ന് തോന്നണേ കേട്ടാ. ഇപ്പോൾ ഈ കസാരയിലേക്കാണ് മാറിയിരിക്കണം. നമ്മളിവിടെ ഉണ്ടായിരുന്ന 7 പൂച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിൽ 7 പൂച്ചക്കുഞ്ഞുങ്ങളിൽ 2 പൂച്ചക്കുഞ്ഞുങ്ങളെ ഞാൻ കൊടുത്തു. ഇപ്പം ബാക്കിയുള്ളവരെല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് എവിടെയൊക്കെ പോയി. ഇപ്പം ഞാനും ഉണ്ട്, എൻ്റെ പൊന്നും ഉണ്ട്. എനിക്ക് സ്വന്തം പൊന്നിനും സ്വന്തം ഞാനും. അപ്പോൾ ഇപ്പം ഇവിടെ കഴിക്കാനേ ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ പ്രിയം പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, പൊന്നു പൂച്ചേ. പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ പോയി. ചോറ് ഇന്ന് ബലിവാവല്ലേ. നിങ്ങളൊക്കെ എന്ത് പായസമൊക്കെ വെച്ച് വീട്ടിൽ ആഘോഷിച്ചാ ബലിവാവിന്? എൻ്റെ തലമുടിയൊന്നും കണ്ട് നിങ്ങളത് ഇത് അവിടെ കണ്ടതല്ല. ഭയങ്കര കാർക്കൂന്തലാണ് ഇപ്പം എനിക്ക്. ഒരുപാട് മുടിയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഞാൻ എല്ലാം തന്നെ കെട്ടി ഇങ്ങനെ വെച്ചിരുന്നതാണ്. ചോറിടട്ടെ കേട്ടോ, എനിക്ക് ആവശ്യത്തിന്. കണ്ടോ ചോറ്. ഞാൻ മാത്രമല്ല, അപ്പോൾ എനിക്ക് മാത്രമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയുള്ളൂ 2 നേരത്തേക്ക്. രാവിലെ ഉച്ചയ്ക്ക്. രാവിലെ രാത്രി ഉച്ചത്തേക്ക്. അപ്പം ഇത്ര ചോറെടുത്തു നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് തോര എടുക്കാം. സംഭവം തോരനെ കാന്താരി മുളക് രാധുവിൻ്റെ വീട്ടിലന്ന് പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ആ കാന്താരി മുളകിലുള്ള തോരനാണ്. എനിക്ക് കാന്താരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇവിടെ വേറെ ആർക്കും അത് ഇഷ്ടമല്ല. കാന്താരി എരി കൂടുതലെന്ന് പറയും. അപ്പോൾ അതിനി അവിടെ ഇരിക്കും. ഇനിയും നമ്മളെ മീൻ പൊരിച്ചത് നല്ല തോരനൊത്തോലി മീൻ പൊരിച്ചത്. അയല പൊരിച്ചതുണ്ട്, പക്ഷെ ഇവിടെ അയലയില്ല. ഇവിടെ നല്ല നൊത്തോലി പൊരിച്ചതുണ്ട്. കേട്ടാ, ഇവിടെ നല്ല നൊത്തോലി പൊരിച്ചതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ പീര വറ്റിച്ചതെടുക്കാം. നൊത്തോലി കണ്ട. ഇതിനകത്ത് എന്തൊക്കെ അറിയാമോ? ഇതിനകത്ത് നമ്മുടെ കാന്താരിയുടെ പാൽമുളകുണ്ടല്ലേ, ആ മുളക്, പിന്നെ പുളിഞ്ചിക്ക ഇട്ട് വെച്ചതാണ് കേട്ടോ ഈ പീര വറ്റിച്ചത്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ചോറിനേക്കാളും നമ്മൾ മീൻ
ആണ് ഇതിൽ കൂടുതൽ ഇന്നത്തെ ദിവസം. വായിൽ സത്യം തന്നെ വായിൽ വെള്ളം ഓർണ കേട്ടോ, അതിൻ്റെ മണം അടിച്ചിട്ട് എൻ്റെ ആശാനേ. ഇനി ഇതിവിടെ വഹിക്കട്ടെ. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിക്കണം. അപ്പം കഴിക്കാം, വരവി കഴിക്കണമാണ്. അപ്പം നമ്മുടെ ചോറും കറിയും എല്ലാം കൂട്ടി ഒരു പിടിക്കാൻ പോണം. കണ്ടോളൂ, പുളിഞ്ചിക്ക അടിപൊളി. പൊന്നു 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 എല്ലാം കൂടെ വെച്ച് എൻ്റെ ആദ്യം എൻ്റെ പൊന്നൂനൊരു ഒരു പിടി ചോറ് കൊടുക്കട്ടെ കേട്ടോ. പൊന്നിന് ഞാൻ ഇരിക്കുന്നിടത്താണ് കൊടുക്കണം കേട്ടോ. ഞാൻ കഴിക്കല് എവിടെ ഇരിക്കും അവിടെ വന്നിരിക്കും, അവിടെ കൊടുക്കും കേട്ടോ. ബാ എൻ്റെ പൊന്നു കഴിക്കും ഉണ്ടാ. പൊന്നു കഴിക്കാൻ തുടങ്ങിയാണ്ടാ. അപ്പോൾ ഇനി ഞാൻ കഴിക്കാൻ. പൊന്നു ഇവിടെ നോക്ക്. പൊന്നു നോക്കൂല. അമ്പടോ പൊന്നുവേ. ആ നോക്കി. ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞാലും തരാൻ പറ്റൂല കേട്ടോ. ഇത് ഇവിടെ അല്ലേ ഇരിക്കണം, എൻ്റെ അടുത്തല്ലേ അല്ലേ. അപ്പം ഞാനിനി ഇതൊന്ന് കുടിച്ച് കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് ബാക്കി വിശേഷം. എൻ്റെ ആദിത്യനെ മിസ് ചെയ്യണം എനിക്ക്. ഇങ്ങനെ കഴിക്കാൻ എൻ്റെ ആദിത്യന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ലിഫ്റ്റിക്കൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ ക്യാമറയുടെ ആ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ഇങ്ങനെ സംഭവം മുഖത്തും ഇങ്ങനെ ഒരു നമ്മുടെ ലിഫ്റ്റിക്ക് ഇട്ടതുപോലത്തെ ഒക്കെ ഉള്ളൊരു ഇത് വരുന്നത്. പിന്നെ ഞാനും വിചാരിച്ചു അതവിടെ അങ്ങനെ കിടക്കട്ടെ, മാറ്റണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ, കൊള്ളായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് തൂത്ത് വരണം, പാത്രം കഴുകണം, കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിയട്ടെ കേട്ടാ. പാത്രം കഴുകുന്നു, ഇനി അതും കൂടെ കഴുകണം. കഴുകി എല്ലാം ഭാര്യയൊക്കെ ഇടണം കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അല്ലാതെ എന്തൊരു വിശേഷങ്ങളുടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ എളിയ സഹോദരിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒരു ലൈക്കൊക്കെ തരണം, നിറച്ച് കമൻ്റൊക്കെ ഇടണം. തെറികൾ മാത്രം വിളിക്കരുത്, അത് താങ്ങാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ഇടേ. അപ്പം ഇനി നമുക്കൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.